നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാധിക പറഞ്ഞത് സത്യം തന്നെയാണ്. വിശാലിന് വിവാഹപ്രായം എത്തുമ്പോൾ താൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്ന് ഗായത്രിക്ക് നേരത്തെ തോന്നിക്കാണും. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്നൊക്കെ ഈ അങ്കിളിനെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ചെറിയമ്മ. മകന്റെ ഭാര്യ മരിച്ചുപോയ തന്റെ ഭാര്യയുടെ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ ഇടണമെന്ന് അച്ഛൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അതൊരു തരത്തിലും അങ്കിളിനെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അങ്കിള് പറയുന്നതിനൊന്നും ചെറിയമ്മ മറുപടി പറയാൻ നിൽക്കണ്ട. ആയിക്കോട്ടെ, എന്നോട് മറുപടി പറയണ്ട. ഞാനായിട്ടൊന്നും ചോദിക്കാനും പോകുന്നില്ല. പക്ഷേ എനിക്ക് പറയാൻ അവകാശം ഇല്ലെങ്കിലും എന്റെ ചേച്ചിക്ക് പറയാൻ അവകാശം ഉണ്ടല്ലോ. എന്റെ ചേച്ചിയോട് മറുപടി പറഞ്ഞാൽ മതി. പറയേച്ചി, ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് അവരോട് പറ. പ്രതാപ, അങ്ങനെ നീ പറയിപ്പിക്കൊന്നും വേണ്ട. ഗോപിയേട്ടന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പ്രഭാവതിക്കും അവകാശമില്ല. അങ്ങനെ പറയാൻ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അവകാശം, പാർവതിക്ക്. അത് ശരിയാ. ഗായത്രിയമ്മയെ പോലെ ഉടുത്തൊരുങ്ങി നടക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പാർവതിക്ക് പറയാം. പക്ഷെ പാർവതി ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം വയ്യാതെ കിടക്കുന്ന അച്ഛനോട് നിങ്ങളൊക്കെ മനസാക്ഷി ഇല്ലാതെ പെരുമാറും. പാർവതിക്ക് അതിന് കഴിയില്ല. മോളെ, ഗായത്രി ചേച്ചിയുടെ സാരി ഉടുത്ത് ഗായത്രി ചേച്ചിയുടെ ഓർണമെന്റ്സ് ഇട്ട് മോളൊന്ന് ഗോപിയേട്ടന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കേ. ഗോപിയേട്ടന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഗായത്രി ജീവിച്ചിരുന്നപ്പം ഇതൊരു വീടായിരുന്നു. ഇപ്പോൾ മനസമാധാനമില്ലാതെ കുറെ പേര് അവിടെ എവിടെയായിട്ട് കഴിയുന്ന വെറും ഒരു കെട്ടിടം. ഇത് പഴയതുപോലായി കാണാൻ ഗോപി ആഗ്രഹിക്കുന്നുണ്ടാവും. അച്ഛന്റെ ആഗ്രഹത്തിന് ഇവിടെ ആരും എതിര് നിൽക്കണ്ട. അമ്മയുടെ വേഷത്തിൽ പാർവതിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനത് സാധിച്ചു കൊടുത്തിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.